കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശ്ലോകം 27 ചെയ്തു. അതിൽ നമുക്ക് എനിക്ക് എത്ര കുറച്ചാണ് മനസ്സിലായത് വെച്ചാൽ എന്താണ് ശരിക്കുള്ള അർത്ഥത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോടിയിലെ അംശം കൂടി എനിക്ക് മനസ്സിലായോ എന്നറിയില്ല. ആ മനസ്സിലായതാണ് നമ്മൾ പറഞ്ഞത്. 27 വലിയ വേദാന്താണ്. ഇനി 28 പോവാം. രസാദി പഞ്ചീകൃതഭൂത സംഭവം ഭോഗാലയം ദുഃഖസുഖാദി കർമ്മണം ശരീരമാദ്യന്തവദാദി കർമ്മജം മായാമയം സ്ഥൂലമുപാധിമാത്മനഃ. അർത്ഥം നോക്കാം വാക്കുകളുടെ. രസാദി പഞ്ചീകൃതഭൂത സംഭവം, അതായത് ഭൂമി മുതലായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾ അതായത് പഞ്ചീകരണം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവണത്. അതായത് പഞ്ചീകരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ എന്താ പറയുക, സട്ടിൽ എലിമെൻസില്ലേ, ശബ്ദസ്പർശ രൂപ രസഗന്ധം ഉണ്ടല്ലോ, 5 ഈ തന്മാത്രകൾ അല്ലെങ്കിൽ സട്ടിൽ എലിമെൻസ്. അത് ഇനി ഒരു പ്രത്യേക റേഷ്യോയിൽ ആയിട്ടാണ് അത് സ്ഥൂലാവണത്. മറ്റത് സൂക്ഷ്മമാണല്ലോ, സൂക്ഷ്മഭൂതങ്ങളാണ്. ഏത് ശബ്ദസ്പർശ രൂപ രസഗന്ധം നമുക്ക് കാണാനോ തൊടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഭൂമിയും ആകാശവും ഭൂമിയും പിന്നെന്താണ് വായുവും ജലവും ഇതൊക്കെ നമുക്ക് സ്പർശിക്കാനോ കാണാനോ തൊടാനോ ഒക്കെ പറ്റൂലോ. അപ്പം അങ്ങനെ ഗ്രോസ് ആക്കുക, അതായത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലാക്കുക അല്ലെങ്കിൽ സട്ടിൽ നിന്ന് ഗ്രോസ് ആക്കണ ആ പ്രക്രിയക്കാണ് പഞ്ചീകൃതം എന്ന് പറയുക. അപ്പം എന്താ ഇവിടെ പറഞ്ഞു വെച്ചാൽ, ഭൂമി മുതലായിട്ടുള്ള പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതും ദുഃഖസുഖാദി കർമ്മണാം ഭോഗാലയം, ദുഃഖസുഖങ്ങളുടെ ഒരു ഉറവിടവുമായ ആദ്യന്തവത് സ്ഥാനമായും ആദ്യന്തവത് ജന്മവും നാശവും ഉള്ളതായും ആദി കർമ്മജം മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ നിന്ന് ജനിച്ചതായും മയാമയം അതായത് പരമ്പരയായിട്ട് തന്നെ, അതായത് ജനറേഷൻസായിട്ട് മായാസ്വരൂപമായിരിക്കുന്ന ശരീരത്തെ ആത്മനഃ സ്ഥൂലം ഉപാധിം വദന്തി, ആത്മാവിൻ്റെ സ്ഥൂലമായ ഉപാധി എന്ന് പറയുന്നു. ആത്മാവ് സൂക്ഷ്മല്ലേ, ഇത് ഗ്രോസ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ് ശരീരം. ആത്മാവ് കുറച്ച് ദിവസത്തേക്ക് മുജ്ജന്മങ്ങളിലത്തെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഈ ശരീരം എടുക്കുകയാണ്. അതിന് പിന്നെ ആദ്യവും മധ്യവും അന്തവും ഒക്കെ ഉണ്ട്, നശിക്കും അതല്ലേ. മാത്രമല്ല സുഖദുഃഖങ്ങളുടെ ഒരു ഉറവിടാണ് അത്. പിന്നെ എന്തെന്നാണ് ഉണ്ടാവണത്? ഈ പഞ്ചീകൃതമായിട്ടുള്ള സ്ഥൂലഭൂതങ്ങളിൽ നിന്നാണ്. സ്ഥൂലഭൂതങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാവണത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ പഞ്ചഭൂതങ്ങളിൽ ലയിക്കും ചെയ്യും. നമ്മൾ ഉണ്ടാവണതും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതാണ് അത് പറഞ്ഞത്. പിന്നെ ദുഃഖസുഖങ്ങളുടെ ഒരു ഉറവിടാണ് അല്ലെങ്കിൽ അനുഭവിക്കാനുള്ളൊരു സ്ഥലമാണ്. ആ ദുഃഖസുഖങ്ങൾ എന്തുകൊണ്ടാണ് വരണത്? മുജ്ജന്മകർമ്മ ഫലമായിട്ടാണ്. അങ്ങനെ ഇത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ പരമ്പരയായിട്ട് ഈ ആത്മാവുമായ ശരീരം സ്വീകരിച്ച് പരമ്പരകളായിട്ട് കർമ്മഫലം മുഴുവൻ അനുഭവിച്ച് തീരുന്നത് വരെ ഇങ്ങനെയുള്ള ശരീരത്തിന് എന്താ പറയണ, ആത്മാവിൻ്റെ ലിമിറ്റേഷൻ എന്നാണ് പറയണത്. അതായത് അതായത് നമുക്ക് ജീവൻ നൽകുന്ന അകത്ത പരമാത്മ ചൈതന്യത്തെ എങ്ങനെയാണ് ലിമിറ്റേഷൻസ് ഉള്ള ഈ നമ്മുടെ ദേഹത്തിൽ നിന്ന് തിരിച്ചറിയാമെന്നാണ് പറയണത്. എന്താ പറയണ വെച്ചാൽ, ഭൂമി മുതലായിട്ടുള്ള പഞ്ചീകരണം എന്ന പ്രക്രിയയ്ക്ക് വിധേയമായിട്ടാണ് ഈ നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ഭൂതങ്ങൾ ഉണ്ടാവണത്. അതായത് സൂക്ഷ്മഭൂതങ്ങളുടെ പഞ്ചീകരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഭൂമി മുതലായ സ്ഥൂല
അല്ലെങ്കിൽ ഗ്രോസ് എലിമെൻസിന്ന് ഉണ്ടായതും നമ്മുടെ ദേഹം. പിന്നെയോ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ തന്ന ഒരു ഗൃഹം ആണ് നമ്മുടെ ദേഹം. പൂർവ്വജന്മങ്ങളുടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട് തന്നൊരു ദേഹമാണ്, ഒരു ഗൃഹമാണ്. അതായത് പൂർവ്വജന്മങ്ങളത്തെ പോലെ തന്നെ ജനിക്കും, കുറച്ച് ദിവസം ജീവിക്കും, മരിക്കും. ഇങ്ങനെ പരമ്പരയായിട്ട് ഈ മായയ്ക്കടിമപ്പെട്ട ഈ സ്ഥൂല ശരീരം ഇതിനെയാണ് നമ്മൾ ജീവൻ്റെ സ്ഥൂലമായിട്ടുള്ള ഉപാധി എന്ന് പറയണം. അതായത് ജീവൻ്റെ സ്ഥൂലമായിട്ടുള്ള, അതായത് ഗ്രോസ് ലിമിറ്റേഷനാണ് നമ്മുടെ ശരീരം. നമ്മുടെ അകത്ത് പ്രകാശിക്കുന്ന ചൈതന്യത്തിൻ്റെ ഈ ദേഹത്തിൻ്റെ ഉള്ളിലായ ലിമിറ്റഡായി ആ ലിമിറ്റേഷനാണ് പറയുന്നത്. നമ്മുടെ ചൈതന്യം തന്നെയായ ആ പരമാത്മാവിൻ്റെ ഒരു ഗ്രോസ് ലിമിറ്റേഷൻ അല്ലെങ്കിൽ സ്ഥൂലമായ ഉപാധിയാണ് നമ്മുടെ ഈ ശരീരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. എങ്ങനെയാണ് ശരീരം ഉണ്ടായത്? പഞ്ചഭൂതങ്ങളിൽ നിന്ന്. എന്തിനാണ് ശരീരം ഉണ്ടായത്? ദുഃഖസുഖങ്ങൾ അനുഭവിക്കാനുള്ള ഗൃഹമാണ്. ഏതിൽ നിന്ന് വന്ന സുഖദുഃഖങ്ങൾ? നമ്മുടെ പൂർവ്വജന്മകർമ്മ ഫലങ്ങൾ. അതിങ്ങനെ പരമ്പരയായിട്ട്, അതായത് ജനിക്കുക തുടർന്നുകൊണ്ടേയിരിക്കണു മായയില എന്ന് പറയണം. അത് മനസ്സിലാക്കണം ഉപാധി എന്നാണ് പറയണമെന്ന് വിദ്വാൻമാർ. രസാദി പഞ്ചീകൃതഭൂത സംഭവം ഭോഗാലയം ദുഃഖസുഖാദി കർമ്മണം ശരീരമാദ്യന്തവദാദി കർമ്മജം മായാമയം സ്ഥൂലമുപാധിമാത്മനാം. 29. സൂക്ഷ്മം മനോ ബുദ്ധി ദശേന്ദ്രിയൈര്യുതം പ്രാണൈരപഞ്ചീകൃതഭൂത സംഭവം ഭോക്തുസുഖാദേരനുസാധനം ഭവേൽ ശരീരമന്യദ്വിദുരാത്മനോ ബുധാഹ. അതായത് അറിവുള്ളവരെന്തൊക്കെയാണ് പറയണത്? സൂക്ഷ്മം, അതായത് സട്ടിൽ, അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും. മനോബുദ്ധി ദേശേന്ദ്രിയൈഹി, മനസ്സ് ബുദ്ധി 10 ഇന്ദ്രിയങ്ങളെ ഇവയോടും പ്രാണൈഹി യുതം, പ്രാണങ്ങളോടും പഞ്ചപ്രാണങ്ങളോടും. അതായത് മനസ്സ് ബുദ്ധി പിന്നെ 10 ഇന്ദ്രിയം പിന്നെ പഞ്ചപ്രാണൻ. അപഞ്ചീകൃത ഭൂത സംഭവം, പഞ്ചീകരണം ചെയ്യപ്പെടാത്ത ഭൂതങ്ങൾ. അതായത് സ്പർശ ശബ്ദസ്പർശ രൂപ രസഗന്ധാണ് അപഞ്ചീകൃതം, പഞ്ചീകരിക്കപ്പെടാത്തത്, ആ സട്ടിലായിട്ടുള്ളത്. ഭൂതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതും ഭോക്തുഹു, ഭോക്താവിൻ്റെ, അതായത് ഈ ജീവൻ്റെ സുഖദുഃഖാദികൾക്ക് അനുസാധനം, അനുകൂലമായ സാധനവുമായത് ആത്മന, ആത്മാവിൻ്റെ ജീവൻ്റെ അന്യത് ശരീരം. ഇപ്പം നമ്മൾ സ്ഥൂല ശരീരത്തിൻ്റെ ആണല്ലോ സ്ഥൂല ഉപാധി എന്ന് പറഞ്ഞില്ലേ. ഇനി സൂക്ഷ്മമായിട്ടൊരു ഉപാധി ഉണ്ട്, അതാണ് ഇതിൽ പറയണത്. ശരീരമേ എന്ന ബുധാഹവിദു, അറിവുള്ളവർ പറയുന്നു. എന്താ അറിയോ, ജീവൻ്റെ ആദ്യം നമ്മൾ എന്താണ് സ്ഥൂലമായിട്ടുള്ള ലിമിറ്റേഷൻ പറഞ്ഞു നമ്മളോട് കഴിഞ്ഞ ശ്ലോകത്തിൽ. ഏതാണ് ഗ്രോസ് ലിമിറ്റേഷൻ? നമ്മുടെ ഈ ദേഹം. നമുക്ക് കാണുകയും തൊടിയൊക്കെ ചെയ്യാം, അത് പറഞ്ഞില്ലേ. പഞ്ചീകരണം കഴിഞ്ഞുണ്ടായതാ പറഞ്ഞു. പഞ്ചീകരണം കഴിയാത്തത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, പറ്റില്ല കാണാൻ. അതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അതായത് ജീവൻ്റെ അകത്തുള്ള നമ്മളുടെ പരമാത്മ ചൈതന്യത്തിൻ്റെ സ്ഥൂലമായിട്ടുള്ള ഉപാധി അല്ലെങ്കിൽ ഗ്രോസ് ലിമിറ്റേഷനാണ് എന്ന് പറഞ്ഞു. ഇനി എന്താ അറിയോ പറയുന്നത് അടുത്തേലെ? സ്ഥൂലമായിട്ടുള്ള ലിമിറ്റേഷൻ പറഞ്ഞു. ഇനി സൂക്ഷ്മമായിട്ടുള്ള എന്താണ് സട്ടിൽ ലിമിറ്റേഷൻ? ഗ്രോസ് ലിമിറ്റേഷൻ പറഞ്ഞു. ഇനി എന്താണ് സട്ടിൽ ലിമിറ്റേഷൻ? അതായത് സൂക്ഷ്മ ശരീരം, അതിനെപ്പറ്റിയാണ് പറയണത്. സ്ഥൂല ശരീരം നമ്മൾ ഈ കാണുന്ന ശരീരത്തിനെ പറ്റി പറഞ്ഞു. ഇനി ജീവൻ്റെ സ്ഥൂല ഉപാധിയെ പറ്റി പറഞ്ഞു. ഇനി ജീവൻ്റെ സൂക്ഷ്മ ഉപാധിയാണ് പറയണത്. അതായത് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ സട്ടിൽ ബോഡി. അതിൻ്റെ അതിന് ലിംഗശരീരം എന്നും പറയട്ടോ. അതായത് സ്ഥൂല ശരീരത്തിൽ നിന്നും വ്യത്യാസമുണ്ട് ലിംഗശരീരം. അത് ആ ലിംഗശരീരമാണ് നമ്മളെ ജീവൻ്റെ സൂക്ഷ്മോപാധി അല്ലെങ്കിൽ സട്ടിൽ ലിമിറ്റേഷൻ. അതെന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, അത് ഒന്നാമത് പറയണത് എന്താ വെച്ചാൽ, ഈ സൂക്ഷ്മമായിട്ടുള്ളതിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ്. ആ ശരീരത്തിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് മനസ്സ്, പിന്നെ ബുദ്ധി, അതായത് നല്ലതോ ചീത്തയെന്ന് നിശ്ചയിക്കണ പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ ബുദ്ധി എന്ന് മീൻ ചെയ്യണം കേട്ടോ.
ഒന്ന് മനസ്സ്, നമ്മുടെ സങ്കല്പ വികല്പങ്ങളെ പൊന്തിമറിയുന്ന മനസ്സ്. പിന്നൊന്ന് ബുദ്ധി, അതായത് ഏതെടുക്കണം ഏതെടുക്കണ്ട വിവേചന ശക്തിയുള്ള ബുദ്ധി. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് മൂക്ക്, നാവ്, കണ്ണ്, നമ്മുടെ തൊലി, ചെവി, അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെയോ 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ, അല്ലേ? അതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ 10 2 12 പിന്നെ 5 പ്രാണൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അപ്പം എന്തായി? 12 5 17 ഈ 17 കാര്യങ്ങളാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ളത് കേട്ടോ. കണ്ണെ പറഞ്ഞു വെച്ചാൽ കണ്ണിൻ്റെ കാണാനുള്ള ശക്തിയാണ് കേട്ടോ പറയണതിൽ. കണ്ണ് നമുക്ക് തൊടുകയൊക്കെ ചെയ്യാമല്ലോ, ഇല്ലേ? ആ കണ്ണിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, കണ്ണിനെ കാണിക്കണത്. അതാണ് ഇവിടെ പിന്നെ പറയണത് കേട്ടോ അതിൽ. അതായത് സട്ടിലായിട്ടുള്ളത്, എങ്ങനെ ആ സട്ടിൽ ശക്തി കണ്ണിനെ കാണാൻ സാധിക്കണം. അപ്പോൾ ആകെ 17 ഐറ്റമാണ് ഉള്ളത്. ഇതിൽ ലിംഗശരീരം അഥവാ സൂക്ഷ്മ ശരീരം അഥവാ സട്ടിൽ ബോഡിയിലുള്ളത്. സ്ഥൂലത്തിൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണെന്നൊക്കെ. സട്ടിൽ ബോഡീസിൽ എന്താ ഉള്ളത്? മനസ്സ്, ചിത്തം, മനസ്സ്, ബുദ്ധി. ചിത്തവും അഹങ്കാരവും പറയണില്ല അതിൽ. ചിലതിൽ ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇതിലത് പറയണില്ല. അതായത് അന്ധക്കരണം എന്ന് മാത്രം പറഞ്ഞാൽ 16 ആവാം. ഇതിൽ പക്ഷെ പറയണത് നമുക്കിതനുസരിച്ച് പോവാം. മനസ്സും ബുദ്ധിയും. മനസ്സിൽ നമുക്കിങ്ങനെ സങ്കല്പം, ഓരോ ചിന്തകൾ വരിക പോവുക, അതിനൊരു വിവേചനവും ഇല്ല, നോ ഡിസ്ക്രിമിനേഷൻ. ഓരോ ചിന്തകൾ വരും, അത് കഴിയും, വേറൊരു ചിന്ത വരും, കഴിയും, അങ്ങനെ അല്ലേ? അതാണ് മനസ്സ്. പിന്നെ ആ ചിന്തകളെ വിവേചനം ചെയ്യണതാണ്, അതായത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, നല്ലതാ ചീത്ത, അല്ലെങ്കിൽ ഇഷ്ടമുള്ളതാ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനത്തെ എല്ലാം ആ വിവേചന ശക്തി, പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബുദ്ധിക്കാണ് ഉള്ളത്. അപ്പോൾ മനസ്സ്, ബുദ്ധി. പിന്നെ 5 നമ്മുടെ സെൻസസ്, ഏത്? ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയം. അപ്പോൾ 10 2 12. പിന്നെ 5 പ്രാണൻ, അപാനൻ തമ്മിൽ. അപ്പോൾ 17 ഇതിൽ പറയണത് കേട്ടോ. ഈ പഞ്ചീകരണം ചെയ്യപ്പെടാത്ത തന്മാത്രകൾ അതേതാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതെന്നാണല്ലോ ത്വക്കിന്, അല്ല ചെവിക്ക് ശബ്ദം, സ്പർശം ത്വക്കിന്, അല്ലേ? രൂപം കണ്ണുകൊണ്ട് കാണാം, രസം നാവിന്, ഗന്ധം മൂക്കിന്, അല്ലേ? അപ്പോൾ ഈ തന്മാത്രകളെ ചെന്താ സട്ടിൽ എലിമെൻറ്റ്സ്. അപ്പോൾ ഈ പഞ്ചീകരണം ചെയ്യപ്പെടാത്തത്, അതായത് ഗ്രോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചീകരണം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ പഞ്ചീകരണത്തിന് വിധേയമാവാത്തതിനെയാണ് നമ്മൾ സട്ടിൽ എലിമെൻറ്റ്സ് എന്ന് പറയണത്. പഞ്ചീകരണം കഴിഞ്ഞാൽ ഗ്രോസ് ആവുന്നത്. അപ്പോൾ നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ പഞ്ചീകരണം ചെയ്യാത്ത ഈ തന്മാത്രകളിൽ നിന്നാണ് ഈ ലിംഗശരീരം ഉണ്ടാവുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അതാണ് സൂക്ഷ്മഭൂതങ്ങൾ. ഇങ്ങനെ സ്ഥൂലം, സൂക്ഷ്മ, അങ്ങനെ 2 ലിമിറ്റേഷൻസ് ഉണ്ട് ഈ നമ്മുടെ അകത്തുള്ള ജീവനിൽ. സ്ഥൂലം ആയിട്ടുള്ള ഗ്രോസ് ലിമിറ്റേഷനും സട്ടിൽ ലിമിറ്റേഷനും. ഈ സൂക്ഷ്മോപാധിയിൽ നിന്നുള്ള ഈ സൂക്ഷ്മമായിട്ടുള്ള ഈ ലിമിറ്റേഷനിൽ നിന്ന് നമ്മൾ വിടണേനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഈ സൂക്ഷ്മമായിട്ടുള്ള ലിമിറ്റേഷൻസ് നിന്നും വിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക. അപ്പോൾ ഇതൊക്കെ ശ്വാസമൊക്കെ നിൽക്കുമല്ലോ, ശ്വാസം നിൽക്കും, ബുദ്ധി ഉണ്ടാവില്ല, മനസ്സുണ്ടാവില്ല, മൂക്ക് പ്രവർത്തിക്കില്ല, നാവ് ഒന്നും പ്രവർത്തിക്കുക. പറഞ്ഞോ 17 കാര്യവും. അപ്പോൾ അങ്ങനെ ഈ സൂക്ഷ്മമായിട്ടുള്ള ഉപാധികളോട് കൂടിയ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോഴാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ശരിക്കും സൂക്ഷ്മ ശരീരം എന്താണെന്നാണ് പറഞ്ഞത്. മറ്റേ പിന്നെ നമ്മൾ സ്ഥൂല ശരീരം പറഞ്ഞില്ല. സൂക്ഷ്മ ശരീരത്തിൽ 17 കാര്യങ്ങളാണെന്ന് പറയും. അതാണ് ലിംഗശരീരവും സൂക്ഷ്മ ശരീരം. അതിനെ വിടുമ്പോഴാണ് മരണം എന്ന് പറയണമെന്നാണ് പറയണത്. സൂക്ഷ്മമായിട്ടുള്ള ഉപാധികളെ വിടുമ്പോൾ നമ്മൾ മരണം എന്ന് പറയുന്നു. സൂക്ഷ്മം മനോബുദ്ധി ദേശേന്ദ്രിയൈദ്യുതം പ്രാണൈരപഞ്ചീകൃതഭൂത സംഭവം ഭോക്തു സുഖാദേരനുസാധനം ഭവേൽ ശരീരമന്യ മന്യദ്വിദുരാത്മനോ ബുധഃ. ഇനി അടുത്തത് നോക്കാം. അനാദ്യ നിർവാച്യമപീഹ കാരണം
മായാപ്രധാനം തു പരം ശരീരകം ഉപാധിഭേദാത്തു യഥ പൃഥക് സ്ഥിതം സ്വാത്മാനമാത്മന്യവതാരയേത് ക്രമാത്. അനാദി ചെന്ത ആദ്യമില്ലാത്തതും, അതായത് ബിഗിനിങ് ഇല്ല, വിത്തൗട്ട് ബിഗിനിങ്. അനാദി ആദി ഇല്ലാത്തതും വെച്ചാൽ വിത്തൗട്ട് ബിഗിനിങ്. അനിർവാച്യം അതായത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, നിർവചിക്കാൻ കഴിയാത്ത ചെന്ത, ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത, ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇഹ കാരണം ഈ കാണപ്പെടുന്നതിനെല്ലാം കാരണവും പ്രധാനം ഉത്കൃഷ്ടവുമായ മായാത്തു മായയാകട്ടെ പരം ശരീരകം മറ്റൊരു ശരീരം ഉപാധിഭേദാത്തു ഉപാധിഭേദം കൊണ്ട് മാത്രം യതഃ പൃഥക് സ്ഥിത ഉപാധിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സ്വാത്മാനം സ്വാത്മാവിനെ ആത്മനി ആത്മാവിൽ ക്രമാൽ അവതാരയേത് ക്രമത്തിൽ നിശ്ചയമായും അറിയണം. എന്താ പറഞ്ഞ വെച്ചാൽ ഈ രണ്ട് ഉപാധികളെ പറ്റി പറഞ്ഞുല്ലോ. സ്ഥൂലമായിട്ടുള്ള നമ്മുടെ ഉപാധിയും ജീവൻ്റെ സൂക്ഷ്മോപാധിയും പറഞ്ഞതിന് ശേഷം ഈശ്വരോപാധി എന്താണെന്നാണ് പറയണത്. മായ ഈശ്വരൻ്റെ ഉപാധിയാണ്. മായയിലേക്ക് ഇറങ്ങി വന്നു ഈശ്വരനെ ആ ഉപാധി എഫക്റ്റ് ചെയ്യണില്ല. പക്ഷേ മായയിൽ ഇറങ്ങി വന്നാൽ ഈശ്വരൻ അവിടുന്ന് പോകണം. പിന്നെ അല്ലെങ്കിൽ ആ മായയുടെ നിയമത്തിൽ നിൽക്കണേ. മായ ശരിക്കും ഈശ്വരൻ്റെ സ്വയം സ്വീകരിച്ച ഉപാധിയാണ്. അതായത് ആ അദ്വൈതമായ സച്ചിദാനന്ദ ബ്രഹ്മത്തെ നമ്മൾ ഈശ്വരൻ എന്ന് പറയണത് ഈ മായയിൽ വന്നതിന് ശേഷമുള്ള മറ്റത് പരബ്രഹ്മമാണല്ലോ. പരബ്രഹ്മം മായയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും രൂപം എടുക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയണത്. മായയുടെ ഉപാധിയോട് കൂടിയിട്ടുള്ള പരബ്രഹ്മത്തിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയണത്. ഈ മായ പലതരത്തിൽ പരിണമിക്കും, അതായത് പലതരത്തിൽ പ്രത്യക്ഷപ്പെടും. ആ മായ കൊണ്ട് കാണുന്ന നാമരൂപഭേദങ്ങളാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണം മായയാണ്. മായ ഇല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല. മായ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സൃഷ്ടി സ്ഥിതി സംഹാരമില്ല, പ്രപഞ്ചമില്ല. മായയാണ് കാരണം പ്രപഞ്ചത്തിന്. അപ്പോൾ അത് കാരണം ഭയങ്കര പ്രധാനമാണല്ലേ. ഈ സകല വ്യവഹാരങ്ങൾക്കും കാരണം ഈ മായയാണെന്ന് പറഞ്ഞാൽ മായ പ്രധാനം എന്ന് പറയേണ്ട വയ്യല്ലോ. അതാ മാത്രമല്ല, ഈ മായയ്ക്ക് ആദ്യമില്ല. എപ്പോഴാണ് ഭഗവാന്റെ കൂടെ ഉള്ളതാണ്, ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തി എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിയോ? ഇത് വിത്തൗട്ട് ബിഗിനിങ് ആണ്. അനാദി എന്ന് പറഞ്ഞാൽ അനാദി എന്ന ശബ്ദം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അനാദി പറഞ്ഞു, അതിന് ആദിയില്ല, ആദ്യമില്ല, ബിഗിനിങ് ഇല്ല. പക്ഷേ അന്ത്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല, നാശമുണ്ട്. മായയ്ക്ക് നാശമുണ്ട്, പക്ഷേ അന്ത്യമില്ല, എപ്പോഴും ഉള്ളതാണ്. ഭഗവാന്റെ ശക്തിയായിട്ടത് എപ്പോഴും ഇരിക്കും. പക്ഷേ ഭഗവാന് വേണമെങ്കിൽ അത് ജനിക്കും, എന്നിട്ട് ഭഗവാൻ ഇല്ലാണ്ടാക്കാനും പറ്റും. അങ്ങനെയാണ്. പക്ഷെ ഭഗവാന്റെ ഉള്ളിൽ അത് എപ്പോഴും ഉണ്ട്. അപ്പം അതിന് ജന്മമില്ല, പക്ഷേ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അന്ത്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മായയെ വേദങ്ങൾക്ക് പോലും നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിർവാച്യം എന്ന് പറഞ്ഞത്. അതായത് ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ഉറപ്പുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അൺഡിഫൈനബിൾ എന്ന് പറഞ്ഞത്. അതായത് നിർവചിക്കാൻ കഴിയില്ല. സച്ചിദാനന്ദം തന്നെ ആയിട്ടുള്ള ബ്രഹ്മം ഈ ലിമിറ്റേഷൻ കാരണം ജീവൻ ഈശ്വരൻ ഇങ്ങനെ രണ്ടായിട്ട് വ്യവഹരിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുല്ലോ. എന്താ വെച്ചാൽ പരബ്രഹ്മം വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഈശ്വരൻ. കാരണം ഈശ്വരനെ ഞാൻ ആത്മാവാണ്, പരബ്രഹ്മെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരൻ മായയിലേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ പരബ്രഹ്മത്തിൻ്റെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ റിഫ്ലക്ഷനാണ്. നമുക്ക് നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ മായയാൽ മറയ്ക്കപ്പെട്ടിട്ട് നമ്മൾ ദേഹമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അജ്ഞാനമുണ്ട്, ഈശ്വരന് അജ്ഞാനമില്ല. അതുകൊണ്ടാണ് ഈശ്വരന് വിദ്യയാണ്, അതായത് ജ്ഞാനിയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രൂപമെടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അജ്ഞാനമാണ്. അജ്ഞാനം വെച്ചാൽ എന്താ? ഞാൻ ആത്മാവാണെന്ന് ഉള്ള വിസ്മൃതി, ആത്മവിസ്മൃതിയാണ് അജ്ഞാനം. നമ്മൾ ദേഹാന്ന് വിചാരിക്കുക, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ലിമിറ്റേഷൻ്റെ വ്യത്യാസം കൊണ്ടാണ് ജീവനും ഈശ്വരനും നമുക്ക് ആ വ്യത്യാസം നമ്മൾ കണ്ടുല്ലോ. അപ്പോൾ ഈ മഹാവാക്യങ്ങൾ
കേട്ടിട്ട് അതിനെ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് നമ്മൾ ഈ സൂക്ഷ്മമായിട്ടുള്ള ഉപാധിയും സ്ഥൂലമായിട്ടുള്ളത് ഉപാധി ശരീരം ഞാനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക, പിന്നെ സൂക്ഷ്മ ശരീരവും ഞാനല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഈ ഉപാധികളെയൊക്കെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ അദ്വൈതമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന അറിവുണ്ടാവുള്ളൂ എന്ന് പറയണം. അപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ ഈ 2 ലിമിറ്റേഷൻസിനെയും കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ സ്ഥൂലദേഹമല്ല, ഞാൻ ഈ സൂക്ഷ്മദേഹമല്ല, ഞാൻ ആ പരബ്രഹ്മം തന്നെയാണ്, മായയ്ക്കപ്പുറത്ത് നിൽക്കുന്ന. അപ്പം മായയെ തന്നെ കളയണം, എന്നാലേ നമുക്ക് മോക്ഷം കിട്ടാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അതായത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷെ കുറച്ച് പറ്റിയിട്ടുണ്ടാവും. അതായത് ആദ്യം നമ്മൾ ജീവനെയും ഈശ്വരനെയും പറ്റി മനസ്സിലാക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോട് കൂടിയിട്ട് ഉള്ള പരബ്രഹ്മത്തിൻ്റെ ഒരു ശരീരത്തിൽ നമ്മളിരിക്കുന്നു, നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കുന്നു, ആത്മാവിനെ ആവരണം ചെയ്തു നമ്മുടെ മായയുടെ ഉള്ളിലാണ്. മായ നമ്മളിൽ ബാധിച്ചിട്ടുമുണ്ട്. ഈശ്വരനും മായയുടെ ഉള്ളിലാണ്, പക്ഷേ ഈശ്വരനെ മായ ബാധിച്ചിട്ടില്ല. കാരണം പരമാത്മ ബ്രഹ്മത്തിൻ്റെ അവിദ്യയിലത്തെ റിഫ്ലക്ഷനാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അവിദ്യാജ്ഞാനമുള്ളത്. ഞാൻ ദേഹമാണെന്നുള്ള വിചാരമുള്ളത്, അതാണല്ലോ അജ്ഞാനം. പക്ഷേ ഈശ്വരന് ആ ജ്ഞാനമില്ല. കാരണം വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ പ്രതിഫലിച്ചതാണ്. ഈശ്വരന് പരമാത്മാവാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈശ്വരൻ ഒരു പ്രത്യേക ആവശ്യത്തിന് മായയുടെ ഉള്ളിൽ ഇറങ്ങി വന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് പോണു അല്ലേ. അപ്പം ആ ഒരു വ്യത്യാസം. അപ്പം നമുക്ക് അങ്ങനെ ഈശ്വരനാവണം. എങ്ങനെ? ഈ മായയുടെ ഉള്ളിൽ തന്നെ ഉപാധികളെ കളയുക, എന്നാൽ ഈശ്വരനായി. പിന്നെ നമ്മൾ ഈ മായ തന്നെ കളഞ്ഞ മായയ്ക്ക് അതീതമായിട്ട് പോകുമ്പോൾ നമ്മൾ പരബ്രഹ്മം തന്നെയാവും. അപ്പം മോക്ഷേച്ഛുക്കൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ 30 കഴിഞ്ഞു. ഇപ്പം 31 അടുത്ത ദിവസം ആവാം. അപ്പം ഞാൻ 30 വായിക്കാം. അനാദ്യ നിർവാച്യമപീഹക. അനാദ്യാണെന്ന് വെച്ചാൽ ആദി ഇല്ല, എപ്പോഴും ഭഗവാന്റെ ഉള്ളിലുണ്ട്. പക്ഷെ പുറത്തേക്ക് ഭഗവാൻ ആ ശക്തി എടുത്തു വെച്ചാൽ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ആദ്യം ഉണ്ട് കേട്ടോ. അനാദ്യം നിർവാച്യം ചെന്താ ഡിഫൈൻ ചെയ്യാൻ പാത്ത. നിർവാച്യമപീഹ കാരണം മായാപ്രധാനം എന്നുവെച്ചാൽ ഈ ലോകത്തിന് കാരണം തന്നെ മായയാണ്. സൃഷ്ടിച്ച സംഹാരങ്ങൾ മായ ഈക്വലിബ്രിയത്തിൽ, ഗുണങ്ങൾ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഈക്വലിബ്രിയത്തിലാണെങ്കിൽ സൃഷ്ടി തന്നെ നടക്കില്ല. അപ്പോൾ മായ കാരണമാണ് ഈ പ്രപഞ്ചം തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് മായാപ്രധാനം എന്ന്. തുപരം ശരീരകം ഉപാധിഭേദാത്തു യഥ പൃഥക് സ്ഥിതം സ്വാത്മാനമാത്മന്യവധാരയേൽ ക്രമാൽ. അപ്പോൾ ഏതൊരു സാധകനാണ് മോക്ഷം ആഗ്രഹിക്കുന്നത്, അയാൾക്ക് ആദ്യം ഈ സ്ഥൂല ഉപാധികളെ കളയണം, പിന്നെ സൂക്ഷ്മ ഉപാധികളെ കളയണം. അപ്പോൾ ഈശ്വരനാവും. അത് കഴിഞ്ഞ് മായയ്ക്ക് പുറത്തു പോകണം. മായാതീതനായിട്ട് പോകുമ്പോൾ പരബ്രഹ്മാവും എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം ഇന്ന്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.